ചുണ്ടൊക്കെ ഇങ്ങനെ പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? പക്ഷെ നിങ്ങളുടെ കൂട്ടിന് ഞാനും ഉണ്ട്. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ കേട്ടോ. അതൊരു ലിപ് ലൈനർ, പിന്നെ മാർസിന്റെ ലിപ് ക്രയോൺ, പിന്നെ ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക് ആണ്, പിന്നെ വിഷ് കെയറിന്റെ ഒരു ലിപ് ബാം. ഇതിൽ സത്യം പറഞ്ഞാൽ അത്യാവശ്യം യൂസ്ഫുൾ ആയ സാധനം എന്ന് പറയുന്നത് ഈ വിഷ് കെയറിന്റെ ലിപ് ബാം ആണ്. പക്ഷേ നമുക്ക് നാച്ചുറലി വീട്ടിൽ തന്നെ ലിപ് ബാം ഉണ്ടാക്കാമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് റീസെന്റ് ആയിട്ട് കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ ചുണ്ട് സത്യം പറഞ്ഞാൽ കുറച്ച് പിഗ്മെന്റഡ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലിപ് ബാം ഉണ്ടാക്കിയാലോ എന്ന്. സോ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ എൻ്റെ കൂടിന് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. ആരാന്നറിയാം, കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ദയ. അപ്പൊ ഇന്ന് ഇവളാണ് എൻ്റെ കൂടെ ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് കൂട്ടിനുള്ളത്. അപ്പൊ നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാൻ ആദ്യം ആവശ്യമുള്ള സാധനം ദേ നമ്മുടെ ബീട്രൂട്ട്. ഒരു ഹാഫ് പീസ് ഓഫ് ബീട്രൂട്ട് ആണ് എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം കുറെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് ഇനി നമുക്കത് ഫ്ലോപ്പ് ആയാലോ അല്ലെ. അപ്പൊ ഇത് മാത്രമല്ല, ഇനി ഇതിന്റെ കൂടെ ആവശ്യമുള്ള നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്താന്ന് പറയാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ്? വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. എന്താണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ? കാണിച്ചു കൊടുത്ത ക്യാമറയിൽ. ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് വേണ്ടത് നമുക്കൊരു വാസലിനും പിന്നെ അതെന്താ ഗ്ലിസറിൻ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മളിപ്പോ കിച്ചണിലോട്ട് വന്നു. ഇത്ര നേരം ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് സംസാരിച്ചാട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങണുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ ഈ മുടി ഒന്ന് കെട്ടി വെക്കട്ടെ. ചൂടായിട്ട് അമ്മ അതിന്റെ ഇടയിലൂടെ മറ്റേ നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത് കഴിക്കാനായിട്ട് പറയാനായിട്ടോ. വേണം? ഓക്കെ. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഈ ബീട്രൂട്ട് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ബീട്രൂട്ട് കട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ട്, പക്ഷെ സാറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര്. ഞാൻ പറയട്ടെ. അപ്പൊ ഞാനിപ്പോ ആക്ച്വലി വെള്ളം ചേർക്കാണ്ടാണ് കേട്ടത് എന്താ പറയുക ഗ്രൈൻഡ് ചെയ്തെടുത്തേക്കണത്. നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ ജ്യൂസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണം. അതായത് വാസലിൻ ഇട്ടിട്ട് പതുക്കെ സ്ലോ കുക്കണം. ഇങ്ങനെ പതുക്കെ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണം. യെസ്. അങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഇങ്ങനെ വാസലിൻ ഇപ്പം ഇടണ്ട, ഇത് ചൂടായതിനു ശേഷം വാസലിൻ ഇട്ടാൽ മതി. അപ്പൊ നമ്മള് ഈ ബീട്രൂട്ട് ജ്യൂസ് ഡബിൾ ബോയിൽ ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വാസലിൻ ഇട്ടെടുക്കാം കേട്ടോ. ഗ്ലിസറിനും വിറ്റാമിൻ ഇയും. അപ്പൊ ഞാൻ വാസലിൻ ഒരു 1 സ്പൂൺ എടുത്താൽ മതിയാ. ഒരു 1 സ്പൂൺ എടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ തന്നെ ചീത്ത വെക്കും. കാരണം അമ്മയ്ക്ക് ഈ വാസലിൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ട് പറ്റില്ല. എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. 1 സ്പൂൺ മതിയാവോ? നിക്കുന്നില്ല. അമ്മ 1 സ്പൂൺ മതിയാവോ? അപ്പൊ ഇതാ രണ്ടാമത്തെ ഒരു ടീസ്പൂൺ കൂടി ഇട്ടെടുക്കുന്നുണ്ട്. അതെ. ഇനി നമുക്ക് ഇത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയിട്ട് ഉള്ളതാട്ടോ. അപ്പൊ അത് നമുക്ക് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം.
ഒരു സ്പൂൺ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ. ഇത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണ കാരണം എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ഇത്രയും മതിന്ന് വിചാരിക്കണം അല്ലേ. അപ്പൊ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് വിറ്റാമിൻ ഇയുടെ ഈ ക്യാപ്സുൽ കൂടി പൊട്ടിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് പൊട്ടിക്കണ്ടേ? അയ്യോ അവിടെ ഒരു കീറലുണ്ട്. പൊട്ടിച്ചെങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊരു പേടി. ഒരു മിനിറ്റ്. ഒരു കുത്തിയ പോലെ പിന്നെ ഇത് ഇവൾക്ക് തന്നെ പൊട്ടിക്കണം എന്നാണ് കേട്ടോ പറയണത്. പിന്നെ അവളെന്നെ പൊട്ടിച്ചോട്ടെ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പിന്നോണ്ട് ഒരു കുത്തിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഒഴിക്കണം. ഓക്കെ, കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ ഇഷ്ടം? ആയാ കുത്തിയിട്ടില്ല. കുത്തി നന്നായിട്ട് കുത്ത്. ഞാൻ കുത്തിത്തരാം. ഞാൻ നീ കയ്യില് കുത്തല്ലേ. കുത്തിന്റെ വരുന്നില്ല. പോട, ഞാൻ കുത്താ. അങ്ങനെയല്ല അങ്ങനെയല്ല. അയ്യോ ഒരെണ്ണം കൂടി ഇടേണ്ടി വരും തോന്നുന്നു. കയ്യിലാ ഫുള്ളായി. സത്യം പറഞ്ഞാലേ ഇത് മറ്റേ കത്തി കൊണ്ട് പൊട്ടിച്ചിട്ടിടണമായിരുന്നു. കയ്യിലൊക്കെ ആയി. പറ്റുന്നെല്ലാം നമുക്ക് ഒഴിച്ചെടുക്കാം. എത്ര വിറ്റാമിൻ ഈ ക്യാപ്സുലൂടെ ഇട്ടെടുക്കുന്നുണ്ട്. കാരണം ഫസ്റ്റത്തേൽ നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. നമുക്കിത് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അടുക്കണ്ട, പീച്ചിട്ട് മുട്ടണ്ട. അയ്യോ ഇതൊന്നും നടക്കാം. മതി. ഇനി മിക്സ് ചെയ്തോ നല്ല പോലെ. അങ്ങനെയല്ല, പതുക്കെ ഇങ്ങനെ. മിക്സ് ആവില്ല കേട്ടോ. അതോ നിർത്ത് വിഷ്ണു. ഇത് നമുക്ക് ചൂടാക്കണം എന്ന് തോന്നുന്നു. മിക്സ് ആവണില്ല. വാ നമുക്ക് ചൂടാക്കാം. നമുക്ക് നോക്കാട്ടെ ഇത് അലിയോന്ന്. എന്തൊക്കെ ആയിരുന്നു. ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ വെടിയെടുക്കാം. ഇതിലേക്ക് വരും. വലിയുണ്ട്. കുറച്ച് ചൂടോട് കൂടിയിട്ട് ഇടണമായിരുന്നു. നമ്മളത് നന്നായി തണുത്തതിന് ശേഷമാണ് ഇപ്പൊ അലിഞ്ഞു. ഇപ്പൊ കുഴപ്പമില്ലാണ്ട് വന്നിട്ട്. ഇത് നമുക്ക് ഇനിയിപ്പോ ഈ ഒരു കണ്ടെയ്നറിൽ, ഇതിപ്പോ തേന് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ടെയ്നറാണ്. ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോക്കാം. സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തത്. ചിലപ്പോ ഫ്രിഡ്ജിൽ വെച്ചാൽ ശരിയാവുമായിരിക്കും. ഓ കളിക്കാൻ കുളിച്ചിട്ടാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. വാ. ശരിയാവുമായിരിക്കുമല്ലേ? എന്നിട്ട് വേണം എനിക്ക് പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാൻ എന്റെ ചുണ്ടിലെ ഇവിടെ വയ്ക്കാം നമുക്ക്. അപ്പൊ നമുക്കൊരു 1 hour കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണെങ്കിലും കാണിച്ചു തരാം. ഫസ്റ്റ് ആയത് കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാലും ബീട്രൂട്ടും എന്താ പറയാ വാസ്ലിനും വിറ്റാമിൻ ഇ ഒക്കെയാണല്ലോ നമുക്ക് തേക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് പിന്നെ കാണാം. ഗൈസ്, കുറച്ചധികം നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇതിപ്പം അത്യാവശ്യം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിത് തുറന്നു നോക്കാം. അപ്പൊ ഒരു മിനിറ്റ് ഞാൻ തുറക്കട്ടെ. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടായി എന്നല്ലാണ്ട് ശരിക്കും വന്നിട്ടില്ല. കുറച്ചും കൂടി നേരം. ഇല്ല ഗൈസ്, ഫുള്ളായിട്ട് ആയിട്ടില്ല കേട്ടോ. ഞാൻ കാണിച്ചത് ചുണ്ടിൽ തീച്ചിട്ട്. കണ്ടൊരു വെള്ളം പോലെ ഉണ്ട് ഇപ്പോഴും.
കുറച്ചും കൂടി അറിയാനുണ്ട്. ഞാൻ ആക്ച്വലി 1 മണിക്കൂർ വെച്ചു, പക്ഷെ ഇപ്പോഴും കുറച്ച് ഒരുപാട് എന്താ പറയാ, സത്യം പറയാലോ ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു, ഇത് അടിപൊളിയാവും, ഇനി മുതൽ ഡെയിലി ഞാൻ എൻ്റെ ലിപ്പ് പിഗ്മെന്റേഷൻ മാറ്റണം, ഇത് ഡെയിലി തേക്കണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല, നമുക്കിങ്ങനെ രാത്രി കിടക്കുമ്പോൾ തേച്ച് കിടക്കാം. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഫ്ലോപ്പ് ആവുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആവുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഇത്രയും നേരം എടുക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പോലും അറിയില്ല. കാരണം ഇനി ഇതെങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്താ പറയുക, ഫ്ലോപ്പായ വീഡിയോ എന്തിനാണ് ഇങ്ങനെ ഇട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ ചീത്ത പറയൽ കേൾക്കേണ്ടി വരും. ഞാൻ നോക്കട്ടെ. പക്ഷെ കഷ്ടപ്പെട്ട് ഇത്രയും നേരം ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തു. ഇതാണ് ആക്ച്വലി കുഴപ്പമില്ല, വലിയ ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇത് നമുക്ക് വിറ്റാമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചുണ്ടിലിട്ടിട്ട് രാത്രി കിടന്നുറങ്ങും കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടതിൽ ആക്ച്വലി ഇങ്ങനെയാണ് അവർ ലിപ് ബാം ഉണ്ടാക്കണത്. പക്ഷെ എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒന്നും കൂടി ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഇപ്പം ഞാനിത് ഉണ്ടാക്കിയത് വേസ്റ്റ് ആവില്ല. ഇത് കേടാവുന്നത് വരെ ഞാൻ നൈറ്റ് ഇത് തേച്ചിട്ട് തന്നെ കിടന്നുറങ്ങും. ഇപ്പോൾ ഒരു ചെറിയൊരു പിങ്ക് കളർ ഉണ്ട്, ഇത്ര തന്നെ വരുള്ളൂ എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതൊന്നല്ല എക്സ്പെക്ട് ചെയ്ത്. ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്തൊരു ഭയങ്കര സോറി ഗൈസ്, ആരും എന്നെ ഇനിയിപ്പോൾ പറഞ്ഞു വരരുത് ഫ്ലോപ്പ് ആയിട്ടുള്ള വീഡിയോ ഇട്ടു. ഞാൻ കഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ ഇത്രയും നേരം വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ് ഇതിൻ്റെ പിന്നാലെ. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിപ്പോൾ സെറ്റാവും വെച്ചിട്ട് 1 hour ഞാൻ വെച്ചു. പക്ഷെ അത് സെറ്റ് ആയിട്ടില്ല. ആക്ച്വലി കുറച്ചും കൂടി വെള്ളം പോലെ ഉണ്ട്. അതെന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് ഇത്ര അധികം എടുക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പം ഏതായാലും കറക്റ്റ് അല്ലാത്ത ഒരു ലിപ് ബാം ആയിരുന്നു ഉണ്ടാക്കി പോയത്. നെക്സ്റ്റ് ഞാൻ ഒരു അടിപൊളി ലിപ് ബാം, ഇതിപ്പോൾ ഞാൻ എന്താ മിസ്റ്റേക്ക് എന്നുള്ളതൊക്കെ പഠിച്ചിട്ട് ഒരു അടിപൊളി ലിപ് ബാം ആയിട്ട് വരാം. എന്തായാലും ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം പിന്നെ എല്ലാവർക്കും ബൈ.